ഹലോ, ഒരു മലബാർ സ്റ്റൈൽ ചിക്കൻ ദം ബിരിയാണീൻ്റെ റെസിപ്പിയാണ്. ഇതാണ് അതിന് വേണ്ടിയിട്ടുള്ള സ്പൈസസ്. ഫസ്റ്റ്ലി നമുക്ക് ഒരു പാത്രത്തിൻ്റെ അകത്ത് ഗീ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ സ്പൈസസ് അതിലിട്ട് കൊടുക്കുക. എന്നിട്ട് കഴുകി ഉണക്കി വെച്ച ജീരകശാല റൈസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് ഒന്ന് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഇട്ട് കൊടുക്കുക. വെള്ളം ഇട്ടിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു ലെമണും സ്ക്വീസ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. ഞാനിവിടെ 1 ഗ്ലാസ് ഓഫ് റൈസിന് 1.5 ഗ്ലാസ് ഓഫ് വാട്ടറാണ് ഇട്ടത്. സോ നമുക്കിനി ഇതിൻ്റെ മാരിനേഷൻ നോക്കാം. മാരിനേഷന് വേണ്ടിയിട്ട് ചിക്കൻ മസാല, ഗരം മസാല, കൊറിയാൻഡർ പൗഡർ, പേപ്പർ പൗഡർ, സോൾട്ട്, ടർമറിക് പൗഡർ, കേർഡ്, ലെമൺ, പിന്നെ മിൻറ്റ് ലീഫ്, കൊറിയാൻഡർ ലീഫ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചില്ലി, ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ചിക്കന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവർനൈറ്റ് വെക്കാം, അല്ലെങ്കിൽ ഒരു 3 to 4 hours വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്കിതിൻ്റെ മസാല റെഡിയാക്കാം. കുക്കറിൻ്റെ അകത്ത് കുറച്ച് ഗീയും ഓയിലും ഇട്ട് കൊടുത്തിട്ട് ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി നല്ലോണം സോട്ട് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഞാൻ ഈ ബിരിയാണിയിൽ മുളക് പൊടി തീരെ യൂസ് ചെയ്യുന്നില്ല. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ടൊമാറ്റോസും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല. ഇതിൻ്റെ അകത്തു നിന്നുള്ള വെള്ളം ഇറങ്ങി വരും. സോ ഇത് ഇനി വിസിലടുപ്പിക്കാൻ വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് ദം ഇടാൻ കുറച്ച് ഓണിയൻസ് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ സോട്ട് ചെയ്യുക. ഡ്രൈ ഫ്രൂട്ട്സും ഇട്ട് കൊടുക്കുക. പിന്നെ ഇതാ നമ്മൾ റെഡിയായി വെച്ച മസാല ഒരു ഉരുളിയിൽ ഇട്ട് കൊടുത്തു. എന്നിട്ട് റൈസും ഇട്ട് കൊടുത്തു. ലെയർ ചെയ്തു. കുറച്ച് മിൻറ്റ് ലീഫും കൊറിയാൻഡർ ലീഫും ഇട്ട് പിന്നെ ഞാൻ കുറച്ച് ഗീ ഇവിടെ ചൂടാക്കിയിട്ട് ഒഴിക്കുന്നുണ്ട്. അതിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഞാനിവിടെ ഒരു 25 മിനിറ്റ്സോളം ഇത് ദം ചെയ്യാൻ വെച്ചു, കുറച്ച് വെയിറ്റ് ഇട്ട് കൊടുത്തിട്ട്. സോ നമ്മളെ ബിരിയാണി ഇവിടെ റെഡിയായി. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. താങ്ക് യു.